ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ക്രിസ്മസ് ദിവസമാണ്. അപ്പം ഞങ്ങൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്രിസ്മസ് കേട്ടോ. ഞാൻ പുറത്തായിരുന്നത് കൊണ്ട് കൊച്ചി എൻ്റെ വീട്ടിലുമായിരുന്നു, ചേട്ടാ ഇവിടെയായിരുന്നു. ഞങ്ങൾ 3 പേരും 3 സ്ഥലത്തായിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ക്രിസ്മസ് ഒരുമിച്ച് ആഘോഷിക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി സ്പെഷ്യലായിട്ടുള്ളൊരു ക്രിസ്മസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇന്നെന്താ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ രാവിലെ ചായക്ക് പാലപ്പവും ബീഫ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചക്കത്തേക്കുള്ളത് നോക്കണം. അതിൻ്റെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോസ് കാണണേ. നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാം. ഞാൻ കുടിച്ചു കേട്ടോ, ഇവരാരും കുടിച്ചില്ലേ? ഇവര് രണ്ടുപേരും കുടിച്ചിട്ടില്ല കേട്ടോ. പല്ല് തേച്ചിട്ട് രണ്ടും. പെട്ടെന്ന് തന്നെ നമ്മുടെ ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റെഡിയാക്കി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. നല്ല പാലപ്പൂ ബീഫ് കറിയാണ് കേട്ടോ ഞങ്ങൾ ക്രിസ്മസ് ആയിട്ട് കഴിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ മീൻ വറക്കുവാണ്. ബീറ്റ്റൂട്ട് തോരൻ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്രിസ്മസ് ആയിട്ട് നമ്മുടെ വീട്ടിൽ അയറിന് വന്നിട്ടുണ്ട്. അതൊന്ന് കാണിച്ചേ. അയറി അതെ, ക്രിസ്മസ് ആയിട്ട് നമ്മുടെ ആദ്യത്തെ ഗസ്റ്റാണ് അവള്. വേറെ അച്ഛ ഇവിടെ പോർക്ക് മുറിച്ചുകൊണ്ടിരിക്കുന്നു. ബീഫ് ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. എയറിനെ ഇവിടെ അത് നോക്കിക്കൊണ്ട് വെക്കുന്നു. അച്ഛ ഇവിടെ എന്താക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ അച്ചാക്കുന്ന? എന്താണത്? വെളുത്തുള്ളിയോ? ഉള്ളി. ഞാൻ ഇവിടെ നിന്ന് വീഡിയോ കൂടെ നോക്കിപ്പോയി വെളുത്ത കളർ കണ്ടപ്പോൾ വെളുത്തുള്ളിയാണെന്ന് വിചാരിച്ചത്. ഇഞ്ചി അരിയുന്നു. ബീറ്റ്റൂട്ട് ഉണ്ടാക്കാനാ? എൻ്റെ ബീറ്റ്റൂട്ടൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം അമ്മ എന്നാ ചെയ്യുന്നത് നോക്കാം. അമ്മ എന്നാ അമ്മ ചെയ്യുന്നത്? ഞാൻ മോര് കാച്ചാൻ പോവാണ്. കടി കെട്ട് ചട്ടിക്കകത്ത് മുളക് എന്തിനാണ്? തേങ്ങ കരണ്ടി വെച്ചിട്ടുണ്ട്. തേങ്ങ എന്തിനെങ്കിലും ആവശ്യം വരും. അതുകൊണ്ട് ഇവരെ കൊണ്ട് ചുമ്മാ ചട്ടി മിക്സിക്കകത്ത് അരച്ച് വെച്ചേക്കുന്നു. നമുക്ക് നോക്കാം എന്താന്ന്. ഇതെന്തിനുള്ളതാണ്? മോര് കാച്ചാൻ വേണ്ടിയിട്ടാണുള്ളതാണ് പറഞ്ഞേക്കുന്നത്. എൻ്റെ അമ്മയുടെ ഇടുന്നു. മുളകൊക്കെ ഉണ്ട്. അമ്മ ഇവിടെ മോരൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നു. ആയി അല്ലേ അമ്മ? അപ്പൊ തൂത്ത് വരുന്ന മകൻ പണിയെടുക്കുന്ന സാധനം ഉണ്ടാക്കുന്നത്. ഇന്ന് ആണുങ്ങൾക്ക് വേണ്ട സ്പെഷ്യൽ സാധനം ഇന്നും നാളെയും വേണ്ടത് സ്പെഷ്യലായിട്ട്. അതന്നെ സാധനം അത് ഞാൻ കാണിച്ചു. ഇന്നും നാളെയും നല്ല കെട്ടിയന്മാർ നല്ല. ഞാൻ വീഡിയോ എടുക്കുന്നു. മോൻ തൂത്തുമായിരുന്നു. കെട്ടിയനാണ്ട് ആണുങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കുറ്റം പറയാമോ? കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്ന ആരാ? ഞാൻ ചെയ്തോണ്ടല്ലേ? പിന്നെ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം, സ്പെഷ്യൽ സാധനം. തരിന്റെ കാര്യത്തിൽ തീരുമാനം അല്ലേ? ചിലപ്പോ ഞാൻ ബർഗർ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ വരുവേ. തട്ടിക്കൂട്ടാതെ പുതിയ വള, നല്ല വള ഞാൻ ഊരിയിട്ട് അടുക്കളയിൽ എന്തെടുത്തപ്പോൾ കളർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഊരി ഇവിടെ അടുക്കളയിൽ തന്നെ വെച്ചതാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മോരുമെള്ളമല്ല ഇതെന്ന് പറഞ്ഞാൽ പോരായിരുന്നത്. അതെ, മര്യാദയ്ക്ക് ആഘോഷമാണെങ്കിലും മര്യാദയ്ക്ക് അടങ്ങി വീട്ടിലിരിക്കണം. അല്ലെങ്കിൽ ഇതല്ല ഇതിലപ്പുറം കുടിക്കേണ്ടി വരും. അത് മോരാ കുടിക്കണത് ഇത്ര വലിയ ആക്ഷൻ കാണിക്കാനായിട്ട്. അയ്യോ, ഈ വർത്തമാനങ്ങളുടെയും തമാശകളുടെയും എല്ലാം ഇടയിൽ ഞാൻ ഫുഡ് റെഡിയാക്കിയിരുന്നു. ചിക്കനില്ലായിരുന്നു കേട്ടോ. ബീഫ്, പോർക്ക്, മീൻ വറുത്തത്, ബീട്രൂട്ട് തോരൻ, പിന്നെന്തായിരുന്നു മോര് കറി, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫുഡൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്യാൻ പാടില്ലല്ലോ കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടെ കുറച്ച് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. എല്ലാവരും കൂടി കൂടുന്ന സന്ദർഭങ്ങളിലാണല്ലോ നമ്മൾ ശരിക്കും വർത്താനമൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ മാത്രമുള്ളപ്പം അങ്ങനെ ഒരു സന്തോഷമൊന്നുമില്ലല്ലോ. എല്ലാവരും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേകതയല്ലേ.
അപ്പുച്ചേട്ടായി പിന്നെ സന്ദീപേട്ടൻ അവിടെ നിൽപ്പുണ്ട്, ആദർശേട്ടായി ഇവിടെ ഇരിപ്പുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ അടുത്തൊരു ചെറിയൊരു തോടുണ്ട്. അപ്പോൾ ആ തോട്ടിൽ പോയി ഒന്ന് ചാടി കുളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഞങ്ങൾ പോയി. ആദ്യമൊക്കെ ഇറങ്ങാൻ ഇച്ചിരി പേടിയായിരുന്നു കേട്ടോ, കാരണം ആഴം ഉണ്ടായിരുന്നതുകൊണ്ട് പേടിയായിരുന്നു. എങ്കിലും അവരൊക്കെ ഇറങ്ങുന്ന കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്കും ഇറങ്ങാൻ വേണ്ടി തോന്നി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി കുളിച്ച് ശരിക്കും പറഞ്ഞാൽ അർമാദിച്ച് തിരിച്ചു പോന്നു. വെള്ളം ചെറിയ തിരി എടുക്കണ്ട. അങ്ങനെ ഉച്ചക്കത്തെ തോട്ടിൽ ചാടലും എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ടയേർഡായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം എഴുന്നേറ്റ് ഞങ്ങൾ കമ്പിത്തിരിയും പൂത്തിരിയും എല്ലാം കത്തിക്കാൻ വേണ്ടി തുടങ്ങി. നമ്മൾ തലേദിവസം വാങ്ങിച്ചു വെച്ചത്. അപ്പോൾ കരോളിനൊക്കെ പോയിട്ട് ലേറ്റായി വന്നതുകൊണ്ട് ഒന്നും കത്തിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ മൊത്തം എല്ലാം പൊട്ടിച്ച് തീർക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ സ്പെഷ്യലായിട്ടുള്ള ക്രിസ്മസ് ഈ കമ്പിത്തിരിയും പൂത്തിരിയും എല്ലാം കൂടെ കത്തിച്ച് ആഘോഷിച്ച് ഞങ്ങൾ അങ്ങോട്ട് തീർത്തു. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ഇടാനുള്ളൊരു പ്രചോദനം നൽകുന്നത് കേട്ടോ.